മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിന്റെ അടിമകളാണ്. ഉടമയായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മളെല്ലാം പടച്ചതാ റബ്ബിന് അറിഞ്ഞ് ഇബാദത്ത് ചെയ്ത് വിജയം കരസ്ഥമാക്കാനാണ്. വിജയത്തിന് ഒരുപാട് വഴികളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അല്ലാഹുവിനെ മനസ്സിലാക്കി റബ്ബിന് നന്ദി ചെയ്ത് ഖാലിഖായ റബ്ബുൽ ഇസ്സത്തുമായി അടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിജയമാണ്. അല്ലാഹു നമ്മുടെ സൃഷ്ടാവാണ്, പടച്ചവൻ അവനാണ്. അല്ലാഹുവിനെ എപ്പോഴും ഓർമ്മയുണ്ടാവുക, അല്ലാഹുവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഉദൂനി അസ്തജിബ് ലക്കും, റബ്ബിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക, റബ്ബോട് കൈ നീട്ടിക്കൊണ്ടേയിരിക്കുക, അല്ലാഹുവിലേക്ക് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആവശ്യമെന്തുണ്ടെങ്കിലും കൊഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടടോ മടിക്കണ്ട. ധാരാളം ദുആകൾ ചെയ്യുക, അല്ലാഹുവിനെ വിളിക്കുക, ദിക്റുകൾ ചൊല്ലുക, അങ്ങനെ റബ്ബിലേക്ക് അടുത്തവരാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നല്ലോണം ഇഷ്ടമാണ് ചോദിക്കുന്ന ആളുകൾ. മല്ലം യദയില്ല, അല്ലാഹുവോട് ചോദിക്കാത്തവരാരോ അവരെ അല്ലാഹുവിന് കോപമാണ്, ഇഷ്ടല്ല. നല്ലോണം ചോദിക്കാം, എത്ര വേണോ അതിനെക്കാട്ടിയും കൂടുതൽ അല്ലാഹുവോട് നമ്മൾ ചോദിക്കണം. എത്ര കേട്ടെങ്ങും പഠിച്ചോണ്ട് അർസവണ്ടില്ല, അത് കാരണമായിട്ട് അല്ലാഹുവിനോട് എത്രയും നമുക്ക് ചോദിക്കാം, എന്തും ചോദിക്കാം. കോടികൾ ചോദിക്കാം, വാഹനങ്ങളാകാം, വീടുകളാകാം, ദുനിയാവ് ചോദിക്കാം, ആഖിറം ചോദിക്കാം. എത്ര കണ്ട് നിങ്ങൾ ചോദിക്കുന്നുവോ അത്ര കണ്ട് അല്ലാഹു തരുന്നുണ്ട്. അല്ലാഹ് എന്നുള്ള ഒരൊറ്റ വിളി റബ്ബിന് ഭയങ്കരം ഇഷ്ടമാണ്, സന്തോഷമാണ്. ആ വിളിക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരിക്കുന്നുണ്ട്. ബായ് വറാത്ത മക്ക ഉമ്മാന്ന് പെട്ടെന്ന് വിളിച്ചു കിട്ടിയാൽ, ഉപ്പാ ബാപ്പാന്ന് വിളിച്ചു കിട്ടിയാൽ എന്തൊരു സന്തോഷമാണ് ഒരു ഉമ്മക്ക് ഉണ്ടാവുക. ഒരു ഉപ്പക്ക് എത്ര സന്തോഷമാണ് ഉണ്ടാവുക. അതിനെക്കാട്ടിയും അടിമകൾ റബ്ബിനെ കൊതിച്ചുകൊണ്ട് അല്ലാഹ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന് ഭയങ്കരം ഇഷ്ടമാണ്, റബ്ബിന് ഭയങ്കരം സന്തോഷമാണ്. അവന്റെ വിളി കേൾക്കാനായി റബ്ബ് കാത്തിരിക്കുമെന്നാണ്. അല്ലാഹുവിനെ വിളിക്കുക, ചോദിക്കുക. ഞങ്ങളെട്ടുകപ്പോ കട കേട്ടെങ്കിൽ അർസം വരും, അല്ലേ? കടം കേട്ടെങ്കിൽ അർസം വരും, സഹായ കേട്ടെങ്കിൽ അർസം വരും. അതല്ല മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് ചോദിച്ചെങ്കിൽ അർസം വരും. അല്ലാഹുവിന് അർസം വരുന്നത് ചോദിക്കാത്തവനോടാണ്. കേൾക്കണോ? അല്ലാഹുവിനോട് എന്തും ചോദിക്കാം, എത്രയും ചോദിക്കാം. നല്ല ബഹുമാനത്തോടെ, ആദരവോടെ, അദബോടുകൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ കൈ നീട്ടുന്നവരെ റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടമാണ്. ദ്വാരക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. നല്ലോണം 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 ദ്വാരക്കണം, അല്ലേ? ദുആ കൂടി എത്ര നല്ലതാണ്, അതിൽ മടുപ്പുണ്ടാകാൻ പാടില്ല. വെള്ളിയാഴ്ച ഇമാമു ദ്വാരക്കുമ്പോ മോമൂമിങ്ങള് ഏതോ ലോകത്ത്, അല്ലേ? കുത്തുബല്ല ഓതുമ്പോ ഓരോരുത്തരും ഉറങ്ങുന്ന കൂർക്കല മേടിച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, തറാവീഹ് നിസ്കാരത്തിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, ദിക്റിന്റെ സദസ്സിൽ ഇരുന്നാ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ചിലാക്ക് പിന്നെ എന്തെന്നില്ല. ഒരാൾ പറഞ്ഞു, ഉറങ്ങുന്നതിന് പനിഷ്മെന്റ് ആയിട്ട് ഉസ്താദ് ശിഷ്യനെ എണീറ്റ് നിർത്തി ശിക്ഷാ നടപടി നല്ലതാണ്. പണ്ട് ഉസ്താദന്മാരെയും മാഷ്ടന്മാരെയും ഒക്കെ പേടിക്കുന്ന കാലത്തില് കേസ് കുറവായിരുന്നു. കഞ്ചാവ് ഉണ്ടായിരുന്നില്ല, ലഹരി ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉമ്മയെയും ഉപ്പയെയും ഉസ്താദുമാരെയും പേടിയില്ലാത്ത കാലം വന്നപ്പോ അതെല്ലാം മാറിപ്പോയി. ഉറക്കു തൂക്കുന്ന, അല്ലെ? ഉറക്കു തൂക്കിയേക്ക് ചെറുക്കിടന്ന് ഉസ്താദ് നിപ്പാട്ടിട്ട് അപ്പറ പോയിട്ട് ഉസ്താദ് ഇപ്പറ പറമ്പോ നിന്നിട്ട് തൂങ്ങിക്കൊണ്ടുള്ളോ, അല്ലെ? അങ്ങനത്തെ പിന്നെ എന്താക്കിട്ട് എന്ത് കാര്യമാണ്, അല്ലെ?
അങ്ങനെ ഒരു ഉസ്താദ് മുത്താലിങ്ങൾ ഏതായാലും വർക്ക് വരുന്നെങ്കിൽ കുളിച്ചിട്ട് വരുന്നു അതിന് പറഞ്ഞാൽ വർക്ക് വരുന്നതിന് കുളിച്ചിട്ട് വരുന്ന കുളിക്ക പോയ അവിടെ കല്ലിൽ കിടന്നിട്ട് ഉസ്താദ് കേട്ടല്ലേ കുളിച്ചിട്ടായാൽ ഇത് കേട്ടിട്ട് ഇസാർത്തായിട്ട് മക്ക ഈ തട്ട ഇത് ബാധിക മുക്കിയിട്ട് ഇതിനെ കുടഞ്ഞിട്ട് തലതോത്തി കൊണ്ടുവന്നേന്ന്. കുളിക്കാൻ പോയ അവിടെ കല്ലിൽ കിടന്നിട്ട് ഉറങ്ങുന്നെങ്കിൽ അങ്ങനത്തെ വറക്കിനെല്ലാം അല്ലെ വറക്ക് ഭയങ്കര സുഖാണ്. വറക്കില്ലാത്തവനോട് കേട്ടു നോക്കണം ആ വറക്കിന്റെ ഒരു സുഖം, ഭയങ്കരമായ സുഖാണ്. മുത്തഹല്ലിമീകക്കൽ ഉസ്താദ് നാട്ടിലേക്ക് പോയെന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. ഒരു ഉറക്കിന് ഒരു ഒന്നൊന്നര സുഖം അല്ലെ. ഓരോരുത്തർക്ക് ഉറക്കില്ലാത്ത ആൾക്കാർ ഉറക്ക് ഭയങ്കരം അല്ലെ. പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ ഉറക്ക് ഇന്ന് ഏറ്റവും വലിയ ട്രീറ്റ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉറക്കില്ല. ആളുകൾക്ക് സമാധാനമല്ല, ആളുകൾക്ക് സ്ട്രെസ് ഹോർമോൺ ജാസ്തിയായി കടന്നിട്ട് ഉറക്കം വരുന്നില്ല. നമുക്ക് കടന്നിട്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് മനസ്സ് റിലാക്സ് ആവണോ, അല്ലാഹുവിനോട് കൈനീട്ടിയിട്ട് ദ്വാരക്കണം, നല്ലോണം ദ്വാരക്കുക. ദ്വാരക്കുക എന്നെല്ലാം പറഞ്ഞെങ്കിൽ കിടക്കൊരു മുക്കരിക്ക ഹദ്ദാദ് എടുത്തോണ്ടായി. ഹദ്ദാദ് എടുത്തിട്ട് അയാൾക്ക് പാതിയിൽ ഉറക്ക് പിടിച്ചിട്ട് ആരും മുണ്ടില്ല. ഉറക്ക് പിടിച്ചപ്പോ വീട്ട ഉസ്താദല്ല നല്ല ഉസ്താദാവാ എനിക്ക് ചെല്ലണ്ട. ഉറക്ക് പിടിച്ചിട്ട് അയാൾക്ക് എല്ലാരും കൈ പിടിച്ചിട്ടുണ്ട്. ഇയാൾക്ക് സഡൻ എസാർത്തായിട്ട് നോക്കുമ്പോ എന്ത് അർത്ഥമുണ്ടില്ല. എല്ലാവരും കൈ പിടിച്ചിട്ടുണ്ട്. ഓടക്കെത്തിയത് ഒരു അന്തജീവില്ല. അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് അയാൾ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്റ്റോപ്പാക്കി. ചില ആൾക്ക് അങ്ങനെയുണ്ട്. എന്താക്കണോന്നുള്ളത് ഉറക്ക് കൂടിപ്പോയാൽ അങ്ങനെയാണ്, അതും പ്രശ്നമാണ്. കൂടുതൽ ധാരാളം ഉറങ്ങാൻ പാടില്ല. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, പെട്ടെന്ന് ഉറങ്ങണം. അത് സുഖമായ ഉറക്കാകണം. പറ്റുമെങ്കിൽ ഒന്നെടുത്ത് ദിക്റുകൾ ചൊല്ലിയിട്ടുള്ള ഉറക്കമാകണം. ഓതി കയ്യിലേക്ക് ഊതി ശരീരം തടവിയിട്ടുള്ള ഉറക്കമാകണം. റീൽസുകൾ കണ്ടിട്ടുള്ള ഉറക്കമാകരുത്. പിണങ്ങിയിട്ടുള്ള ഉറക്കമാകരുത്. ദേഷ്യത്തോടെ ഉറങ്ങരുത്. ശാപം വെച്ചിട്ട് ഉറങ്ങരുത്. ആരെയും ഇടങ്ങേറാക്കി ഉറങ്ങരുത്. ഉറങ്ങുന്ന ആളെടുത്ത് ഖുർആനോദരുത്. ഉറങ്ങുന്ന ആളെ ഉപദ്രവിക്കരുത്. നമുക്കെല്ലാം അങ്ങനെയുണ്ട്. ആരെങ്കിലും അറിഞ്ഞെങ്കിൽ ഈ ഉറക്ക് വരാത്തോൾക്ക് ചതിയാണ് അല്ലെ. ഉറക്ക് വരാത്തവർക്ക് അത് മുത്തല്ലിമായെങ്കിൽ ഉസ്താദായെങ്കിൽ ആരായെങ്കിൽ പിന്നത്തെ നല്ല പോകല കൂർക്ക വലിച്ചിട്ട് ഉറങ്ങുന്ന കണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്ക് ഭയങ്കര അർസ. ഓനെ വിളിച്ചിട്ട് കേൾക്കണം എത്ര കണ്ടേക്ക് വിളിക്കണോ അല്ലെ. ഉറങ്ങുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്, അല്ലാത്തവരെയും ബുദ്ധിമുട്ടിക്കരുത്. നമുക്ക് ഓർമ്മയുണ്ട് ഒരാൾ ഉറങ്ങിയനെ ഈ മനുഷ്യനെ എല്ലാരും കൂടിയിട്ട് ഓന്റെ മേക്ക് തട്ടല്ലിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊണ്ടിട്ട് ഔദിലേക്ക് ഇട്ടോനെ ലാസ്റ്റ്. ഉറങ്ങിയ ആൾക്കാർ അല്ലെ. ഉറങ്ങാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഒരാളോട് എല്ലാവർക്കും എല്ലാം സുഖമില്ല. ചില ആൾക്ക് ഉറങ്ങുന്നത് സുഖാണ്, ചില ആൾക്ക് കുളിക്കുന്നത് എന്തോ ഒരു സുഖം. ഷവറിന്റെ അടിയിൽ പാട്ടും പാടിയിട്ട് എന്തെല്ലാം പാട്ടറിയോ, വെള്ളം മേക്ക് വീഴുമ്പോ പാട്ട്. ചില ആൾക്ക് പാട്ടെല്ലാം വരുന്ന കക്കൂസിലേക്ക് പോയിട്ടാകുമ്പോ, ചില ആൾക്ക് കുളിക്കാൻ പോയിട്ടാകുമ്പോ അല്ലെ. ഓട്ടോമാറ്റിക്കലുള്ള ചില പാട്ടുകളെല്ലാം എങ്ങനെ വരും, നല്ല നല്ല പാട്ട്. മൈക്കന്റെ എതിരിലേക്ക് എത്തി അതിന്റെ ഈണമില്ല, ഡബ്ബിടിപ്പന്തില്ല. അതാ കുളിക്ക് നേരത്തെ ഉള്ള പാട്ട്. ഏതോ ആകട്ടെ, ഓരോരുത്തന്റെയും സുഖം അങ്ങനെയാണെങ്കിൽ ആഫിയത്തോടെ ജീവിക്കുക എന്നുള്ളതൊരു സുഖമാണ്, ഒരു സന്തോഷമാണ്. റബ്ബിന് ഏറ്റവും സന്തോഷമുള്ളത് അള്ളാന്റെ മുന്നിലേക്ക് കൈനീട്ടിയിട്ട് ദ്വാരക്കുമ്പം കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ ദൂരത്തിരിക്കുന്ന ആളെല്ലാം സദസ്സിൽ വന്നിരുന്നെങ്കിൽ ഒക്കെ വലിയ ബർക്കത്താണ്. എങ്ങനെ നന്മയുടെ കാര്യത്തില് സ്വർഗത്തിന്റെ പൂന്തോപ്പ് എന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞ മജ്ലിസ്, ശഫായത്തിന് അവകാശം, ഇൽമ് കേൾക്കാനും പറയാനൊക്കെ ഒരു സദസ്സിൽ ഇരുന്ന ആളുകൾക്ക് അള്ളാഹു ശഫായത്തിന് റെക്കമെൻഡിന് പോലും അവസരമുണ്ടാക്കുമെന്നാണ്. അതുകൊണ്ട് സദസ്സിന് വലിയ ബഹുമാനമുണ്ട്. ഉസ്താദ് ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, പുറത്തുള്ള പെണ്ണുങ്ങളെ എത്രയോ പെണ്ണുങ്ങൾ ഉള്ളിൽ ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടാക്കുന്നതൊക്കെ വിചാരിക്കുന്നു. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇനി എന്ത് ഏടെ ഉറൂസ വയലുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ടാവലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. ഇന്നലെ പുത്തൂരിൽ ഭാര്യനെ ഹോസ്പിറ്റലിൽ ഉണ്ടാകാൻ വേണ്ടി പോയപ്പോ ഒരാൾ നിർത്തിയിട്ട് ഉസ്താദെ ഞാൻ ഗൾഫിലാന്ന്. അതാരും ചോദിച്ചാൽ അവൻ എന്റെ ഭാര്യ വരാരങ്ങനെ. അപ്പൊ അയാൾ പറയുന്നത് പെണ്ണുങ്ങളെ പറയുന്ന മാത്രം ഒക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഞാൻ എന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ടുപോകാതെ എന്താക്കലാൻ. ഒന്നിലും പറച്ചിലല്ല. ഇതൊക്കെ നന്മയുടെ സന്തോഷത്തിന്റെ ഒരുമിച്ച് കൂടലുകളിൽ എന്തെങ്കിലും
എന്തെങ്കിലും പറയുന്നത് മാത്രം ചെറിയ ക്ലിപ്പാക്കിയിട്ട് ആക്ഷേപ സ്വരത്തിലുള്ള വാക്കുകൾ വരാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല. ഏതുമാകട്ടെ, നമുക്ക് ഏറ്റവും സുഖം ഉറക്കാണെങ്കിൽ ഉറങ്ങുമ്പോ ദുആ ചെയ്തിട്ട് ഉറങ്ങുക. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ദുആ ചെയ്യുക. എപ്പോഴും ദുആയിലായിട്ടുള്ള ജീവിതമായിരിക്കുക. പിന്നെ ദ്വാരക്കുന്ന ആളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ദുആ നിർത്തിയാ വലിയ ഖൈറാണ്. ദുആല നിർത്തണം വേഗം അല്ലെ. ചില ആൾക്ക് ഉസ്താദുമാർ കയ്യെത്തുന്നതിൽ തന്നെ ബേജാറാണ്. കാരണം താത്തി കിട്ടുന്നില്ല അല്ലെ, ഭാരം എന്താക്കൽ. അങ്ങനെയുള്ള ദുആകളാകരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഫർള് നിസ്കാരങ്ങൾ പോലും വളരെ വളരെ ഷോർട്ടായ നിസ്കാരമായിരുന്നു. ഫർള് ആളുകളെ കൂട്ടിയിട്ടുള്ള കാര്യപരിപാടികൾ റസൂലുള്ളാഹി തങ്ങൾ പെട്ടെന്ന് തീർത്തു കളഞ്ഞു എന്നുള്ളതാണ്. ഫർള് നിസ്കാരങ്ങൾ അങ്ങനെയാകണം. ഇനി ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് റുക്കൂഉം സുജൂദും പൂർത്തിയാക്കാത്ത നിസ്കാരങ്ങളല്ല, അത് റബ്ബിന് ഇഷ്ടവും അല്ല. നിസ്കാരത്തിൽ വളരെ വളരെ ഖുശൂഅോടുകൂടെ, ദുആയിൽ വളരെ ഖുശൂഅോടുകൂടെ, ദുആ അത്ഭുതമാണ്. ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. ദുആയാണ് ഇബാദത്ത്. ദുആക്ക് ഭയങ്കരമായ സ്ഥാനമുണ്ട്. ആര് ദ്വാരന്നിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലയോ, ചില ആളല്ലേ പറയൂ, ഞങ്ങൾ ഉറുസ് പോയിടാ, ഞങ്ങൾ നേർച്ച വെച്ചിടാ, ഞങ്ങൾ ദ്വാർന്നറ, ഉത്തര കിട്ടിയിട്ടില്ല. ഓൺ ഔലിയാക്കള പറഞ്ഞുകൊണ്ടുള്ള, ഓണ് ഡോങ്കിയാക്കിയോണ്ടുള്ള, ഓന്റെ ബിസിനസ് ഉഷാറായോണ്ടുള്ളൂ. ഇത് പ്രതിഫലത്തിന്റെ നാളല്ല, ഇത് പരീക്ഷണത്തിന്റെ ജീവിതമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നന്മയുടെ പ്രതിഫലം കിട്ടുന്ന ലോകം ഇതല്ല. അത് നാളെയാണ്, മരണശേഷമാണ്, ഖബറിലാണ്, മഹ്ശറയിലാണ്, സ്വർഗത്തിലാണ് പ്രതിഫലം കിട്ടുക. ദുആ കുറക്കരുത്. റമളാനാ വരുന്നത്, ദുആന്റെ മാസമാണ്. പൊട്ടിക്കരഞ്ഞിട്ടുള്ള ദുആകൾ, കണ്ണീരൊഴുക്കിയിട്ടുള്ള ദുആകൾ. അങ്ങനെയാണ്. ഒരു ഉസ്താദ് അറിഞ്ഞ് എല്ലാരും കണ്ണു ചിമ്മീറ്റ് അല്ലെ, എന്തോരം പറയുമ്പോ എല്ലാരും കണ്ണു ചിമ്മീനല്ലേ. ഞാൻ ഫസ്റ്റേ ചിമ്മീറ്റില്ല. ഞാൻ എല്ലാം അപ്പുറത്തെ നോക്കുമ്പോണ്ട് പ്രസിഡന്റ് ഒരു കൈ അഡ വെച്ചിട്ട് നോക്കുന്നു ഇപ്പുറത്തോനെ, ഓൻ ചിമ്മീനാണ്. ഓൻ അയാൾ അപ്പുറത്തേക്ക് നോക്കിക്കോളുണ്ട്, ഓൻ ചിമ്മീറ്റില്ല. എല്ലാവർക്കും ഓനോന്റെ വിഷയമല്ല, ഓനെ അറിയണ്ട് വേറെ ആളല്ല കണ്ണു മുച്ചിനായിരുന്നു. ഓൻ കണ്ണു മുച്ചിനായില്ലേ നല്ലെന്നല്ല അർത്ഥമില്ല. അങ്ങനെ ആവരുത്. നല്ല ഇഖ്ലാസോടെ, നല്ല ആത്മാർത്ഥതയോടെ കരയണം. ലായൽ ജുന്നാറ അഹദുൻ ബഖാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹനെ പേടിച്ചിട്ട് കരയുന്ന ആളുണ്ടോ, അവർ നരകത്തിൽ കടക്കൂല. കരയണം, നല്ലോണം കരയണം. അതൊരു വലിയ ഇബാദത്താണ്. കരയണം, കണ്ണീരിങ്ങനെ വരണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കരയണം. അല്ലേ, സ്ട്രെസ് ഹോർമോണുകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ, ടെൻഷനുകൾ മാറിക്കിട്ടാൻ, മനസ്സിന്റെ ഭാരം കുറഞ്ഞു കിട്ടാൻ, മനസ്സമാധാനം കിട്ടാൻ, എല്ലാത്തിനും കരച്ചിൽ വലിയ വലിയ സൊല്യൂഷനാണ്. ചിരിക്കണം, കരയണം, രണ്ടും വേണം. പൊട്ടിച്ചിരിക്കരുത്, പൊട്ടിക്കരയാം. നമുക്കിന്ന് ഒറ്റക്കിരുന്ന് ചിരി, അതിലെല്ലാവരും ഉഷാറാണ്. റീൽസ് കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കും, കോമഡികൾ കണ്ടിട്ട് അങ്ങനെ ചിരിക്കും, അതിൽ കുറവില്ല. പക്ഷെ കരയിൽ നമുക്ക് ആദത്താക്കണം. ഒരാഴ്ചയിൽ വെള്ളിയാഴ്ചയെങ്കിലും നമ്മൾ കരയാത്തൊരു വെള്ളിയാഴ്ച ഉണ്ടാവരുത്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇരുന്ന് കരഞ്ഞാൽ ഹാർട്ടിന്റെ ആരോഗ്യത്തിന്, ഹെൽത്തിന് നല്ലതാണ്. ബ്രെയിനിന്റെ ഹെൽത്തിന് നല്ലതാണ് കരയുക. അങ്ങനെ പറഞ്ഞെല്ലാം കരയും. അങ്ങനെ അതിനു വേണ്ടിയല്ല കരയേണ്ടത്. നരകത്തെ തൊട്ട് രക്ഷപ്പെടണോ, പടച്ചോന്റെ പൊരുത്തം കിട്ടണോ, അള്ളാഹു സ്വീകരിക്കണോ. ആവലാതി പറഞ്ഞ് വേവലാതി പറഞ്ഞിട്ട് ഒരാള് പറഞ്ഞു എന്തെന്ത് കമണുത്തം പറഞ്ഞെങ്കിലും കരച്ചിൽ വരുന്നില്ല. അങ്ങനെയല്ല, ഇരുന്ന് ചിന്തിക്കുക. ഇരുന്നങ്ങനെ ചിന്തിക്കുക. നമ്മൾ കാഷ്ടിക്കുന്നുണ്ട്, മൂത്രമൊഴിക്കുന്നുണ്ട്, നമ്മൾ തിന്നുന്നുണ്ട്, നടക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, അതിന് കേൾവിയുണ്ട്. ഇതോരോന്നും ഓർത്തു നോക്ക്. നാളെ അതില്ലാതെ പോയാൽ ഒരു കരളിന്റെ ഒരു പീസ് മാറ്റിവെക്കാൻ 80 ലക്ഷം ഉറുപ്പിക ചാർജ് ഈടാക്കിയില്ലേ? ഒരു കരളിന്റെ കഷ്ണത്തിന് നമ്മുടെ കരളിന്റെ ലിവറിന്റെ വില എത്രയാണ്? നമ്മുടെ ബ്രെയിനിന്റെ വില എത്രയാണ്? നമ്മുടെ കണ്ണിന്റെ വില എത്രയാണ്?
ഐഫോണിന്റെ കണ്ണുകൾ മാറി മാറി വരുമ്പോ പ്രോയും പ്രോമാക്സ് ഒക്കെ ആയി വരുമ്പോ ആവേശത്തോടെ ചില ആള് കവർ മാത്രം മാറ്റുന്നത്, പഴയന്റെ കവർ മാറ്റിട്ട് പുതിയ കവർ ഇടുന്നത്. അങ്ങനെ 300 രൂപയ്ക്ക് ഫോൺ സെറ്റായി. ഏതു ആകട്ടെ, ഓരോന്നിന്റെയും പവർ അനുസരിച്ച് ക്ലാരിറ്റി അനുസരിച്ച് കണ്ടുള്ള റേറ്റുകൾ കൂടി വരുമ്പോ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയുടെ വില എത്രയാണ്? ഇതെല്ലാം തന്നെ റബ്ബിനെ ഓർത്തിട്ട് കരയാൻ കണ്ണുനീരില്ലേ മുമ്പിനെ? ഉമ്മ പെങ്ങളെ സങ്കടത്തിൽ കരഞ്ഞിട്ടില്ലേ? ഉമ്മാന്റെ വീടിട്ടിറങ്ങി പോകുമ്പോ കരഞ്ഞിട്ടില്ലേ? ഉപ്പ മരിച്ചപ്പോ കരഞ്ഞിട്ടില്ലേ? അല്ലാ, ഗർഭവേദന പ്രസവവേദനയിൽ കരഞ്ഞിട്ടില്ലേ? തലവേദനക്ക് കരഞ്ഞിട്ടില്ലേ? അപകടത്തിൽ പെട്ടപ്പോ കരഞ്ഞിട്ടില്ലേ? അല്ലാഹനെ ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഇരുന്നങ്ങനെ കരയാ, ഖബറിനെ ഓർത്തിട്ട് അങ്ങനെ കരയാ, മഹ്ശറെ ഓർത്തിട്ട് അങ്ങനെ കരയാ. ഓരോന്നിലും ഖൈറുണ്ട്. അതുകൊണ്ട് ഇരുന്ന് കരയുന്നത് അല്ലാഹുവിന് ഏതാണ് നമ്മളിൽ ഇഷ്ടമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു തആല 5 കാര്യങ്ങളെ മറച്ചു വെച്ചിട്ടുണ്ട്, രഹസ്യമാക്കിയിട്ടുണ്ട്. അതിലൊന്നേതാണെന്നറിയോ? ഫലാ തദ്രീ, നമുക്കറിയാൻ കഴിയില്ല. എന്ത്? അല്ലാഹുവിന്റെ തഖ്വയുടെ സബബല്ലില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് എന്താണ് കാരണമാവുക? അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടൽ എന്ത് എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. ചെറിയ വിഷയം കൊണ്ടായിരിക്കും. ശിബിലി ഇമാമിനൊരു പൂച്ചയുടെ കാരണം കൊണ്ട് സുഖലോക സ്വർഗത്തിലെ സ്വർഗ കൊട്ടാരം റബ്ബ് തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ കാരണം. കിതാബ് എഴുതുന്ന മഹാന്റെ കലമിന്റെ പെണ്ണിന്റെ കുമ്പത്തൊടിയിൽ നിന്ന് ഉറുമ്പിന് കൊടുക്കാൻ മഷി കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടിയ മഹാനുണ്ട്. എങ്ങനെ? ഉറുമ്പിന് വയറ് കുറച്ചേനി. ഇനിയിപ്പോ നാളെ കാട്ടിലുള്ള ഉറുമ്പിനെല്ലാം കൊണ്ടുപോയി പരലിട്ടിട്ട് അതിന് സായും വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ അല്ലെ ഉറുമ്പുള്ളിലുണ്ടാവും, നമ്മളെ പരക്കാരത്തി പുറത്തിടും. ഇപ്പൊ നടക്കും നിന്റെ ഉറുമ്പ് കൊണ്ട് അല്ലെ ഇത്ര സരിയുണ്ടായി, ഇപ്പൊ എന്തായി? അങ്ങനെ തന്നെ ചെയ്യലൊന്നുമല്ല. ചില അങ്ങനെ ഉണ്ട്, എന്നില്ല. ഉപ്പ മൗലിതെല്ലാം കഴിക്കുന്ന കാലത്ത് ഇപ്പൊ മൗലിതെല്ലാം കുറവാണ്. പണ്ടെല്ലാം മൗലിദും അദബും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. ഉപ്പ മൗലിദ് കഴിക്കുമ്പോ പൂച്ചനെല്ലാം ഇട്ടിട്ട് കുരിയലിട്ടിട്ട് മൂടിയിട്ട് വെക്കും ഉപ്പ. എന്തിന്? ഈ പൂച്ച അതിലെല്ലാം പോയിട്ട് നടന്നിട്ട് മജ്‌ലിസ് വെടക്കാക്കുന്നതിന് വേണ്ടിയിട്ട്. ഉപ്പ വെച്ചിട്ട് 3ന്റെ ഏതിന്റെ അല്ല ദുആ അതെല്ലാം ഇല്ലടാ ഉണ്ടാ. അല്ലാഹു ബർക്കത്താക്കട്ടെ. അതെല്ലാം കഴിക്കണം, വേണ്ടെന്നല്ല. ഹയാത്ത് കാലത്ത് ഉമ്മാക്കും ഉപ്പാക്കും മര്യാദക്ക് തിന്നാനും കൊടുക്കണം. ഇത് 3ന്റെ ദുആനെന്ന് കുണ്ടന്റെ അപ്പോ ഇന്ന കുണ്ടുന്റെ അപ്പോ പായസം സ്വീറ്റ് ഉപ്പേരി എല്ലാം എന്തിനാ? ഉമ്മാക്ക് അത് ഇഷ്ടം, ഉപ്പാക്ക് ഇത് ഇഷ്ടം. ഹയാത്ത് കാലത്തെ തീറ്റകൾക്ക് തിന്നാനേ കൊടുത്തിട്ടില്ല. ഷുഗറായിട്ട് അയാൾക്ക് ആശ കുടിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് നല്ല ഷുഗർ ഇട്ട പഞ്ചാര ഇട്ട ചായ കുടിച്ചില്ലെങ്കിൽ അയാൾക്ക് സമാധാനമായിട്ട് അതിനും വിട്ടിട്ടില്ല, കുടിച്ചിട്ടില്ല. ബയ്യന്നെ പോലെ എടുക്കുമ്പോൾ അങ്ങനെല്ലാം പോണ്ട, കുറച്ചെല്ലാം കുടിക്കട്ടെ. അങ്ങനെ കണക്കിനെ കാട്ടി കൂടുതൽ ഇടങ്ങേറാക്കുകയും വേണ്ട. അല്ലാഹു നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് അല്ലാഹുവിനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. 3ന്റെ ദുആന്റെ അന്ന് മോന് ഇടിയെ പറഞ്ഞയച്ചു 2 പൂച്ചനെ കൊണ്ടുവരാൻ. അങ്ങനെ തേടി 2 പൂച്ചനെ കൊടുത്തിട്ട് കുരിയിലിട്ടിട്ട് മൂടി. ഏതിന്റെ ദുആന്റെ അന്നും മോനിങ് എന്നാക്കി. 40ന്റെ ദുആന്റെ അന്നും പൂച്ചനെ കൊടുത്തിട്ട്. അപ്പൊ ഒരാൾ കേട്ടാൽ എന്ത് ഈ പൂച്ചനെ ഈ മാതിരി? അതല്ല, അത് ഉപ്പാക്ക് പൊരുത്താവില്ല. എന്റെ ഏട്ടൻ ഉപ്പ എപ്പോൾ എന്തായിക്കൊണ്ടായി പൂച്ചനെ പിടിച്ചിട്ട് കുരിയലിട്ടോണ്ടായി. ഓന്നിരിച്ചിട്ട് ഇത് മൗലിദിന്റെ ഒരു ഭാഗം നീ കുരിയല് പൂച്ചനെ ഇട്ടിട്ട് വെക്കുന്ന. അങ്ങനെ ഉണ്ട് ചില ആള്. ഉപ്പ പണ്ട് അത്ര തന്നെ കൈമടക്കിയുണ്ടായ ഞാനിപ്പോ യാറെ കൊടുത്തെങ്കിൽ മരിച്ചു പോയി ഉപ്പാക്ക് പൊരുത്താവേല. ഉപ്പ ഖബറിൽ കടന്നിട്ട് കരഞ്ഞോണ്ടുണ്ട് പണ്ട് ഉസ്താദിന് ഗംട്ടെ വിട്ട നോട്ട് കൊടുത്തതിന്റെ ബേജാറിൽ അല്ലേ. എടുക്കുമ്പോ അത് ദർഗാന്റെ വെട്ടിക്ക് ചില അങ്ങനെ ഉണ്ട്. ആരും എടുക്കുന്നില്ല, പീഡിയിൽ എടുക്കുന്നില്ല. അങ്ങനെ കേസിൽ വെച്ചോന്ന് കൈ ചുട്ടിട്ട് വന്നിട്ട് ഉസ്താദിന് കൊടുത്തിട്ട് പോകുന്ന ലാസ്റ്റ്. ആർക്കും വേണ്ടാത്ത പിന്നെ എന്താക്കുന്നത്? ഉസ്താദിന് കലട്ടാക്കാനാണ് ഇത് ഗംട്ടെ വിട്ടിനി. അപ്പൊ ഉസ്താദ് എന്താക്കുന്നത്? കേടായിട്ട് പ്രാർത്ഥിക്കാനും വന്നില്ല. എല്ലാരും ഒരുപോലെ ഇല്ല. വരുന്നൊരു ഉസ്താദ് ലാസ്റ്റ് അയാൾക്ക് ഗംട്ടെ വിട്ടിട്ട് വേണമെന്നിട്ട് അട്ടത്തിൽ കൊടുത്തനെ, കുറെ കീറിയതിന് ഗംട്ടെ വിട്ടിട്ട് പറ്റിച്ചിട്ട് കൊടുത്തിനെ. വെള്ളിയാഴ്ച അടിച്ചിരിക്കല്ല ഓന്റെ കബറിൽ തീ പിടി കെട്ടിയിട്ട് ഒറ്റ പച്ചലിയ. അങ്ങനെ ശപിക്കുന്ന ആളുണ്ട്. അങ്ങനെ ചിലപ്പോ അയാൾക്ക് നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാവല്ലോ. ചിലപ്പോ സൈ കെട്ടിട്ട് എന്തുവാക്കും. 2:30 മണിയായിട്ട് ചോറ് വന്നിട്ടേ ഇല്ല. ഉസ്താദ് മൈക്കിട്ട് ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ എല്ലാവരും പാഞ്ഞുകൊണ്ടിരുമ്പോ ഇയാൾ ബുദ്ധി വിട്ട് റെഡിയുണ്ട്. പോയിട്ട് അടുത്തൊരു ചോറ് കൊണ്ടിരും. ഫസ്റ്റ് ഇല്ല
അങ്ങനെ ചിലപ്പോ സൈ കെട്ടപ്പോ ആൾക്കാർ ഉസ്താദ് തങ്ങാൻ നിൽക്കുന്നില്ല, ആർക്കും ചോടിക്കള. ചിലപ്പോ പൈക്കുമ്പോ പിന്നെ ആർക്കും ഇല്ല അല്ലെ, പൈച്ചിട്ടാകുമ്പോ സബൂർ കേട്ടിട്ടുണ്ട്, പൈക്കുമ്പോ അപ്പ വരുന്ന ചോടി. അത് 5 സ്റ്റാർ ഹോട്ടലിലെ സലാഡെല്ലാം കിട്ടിയിട്ട് പ്ലേറ്റ് കിട്ടാൻ അരമണിക്കൂർ അല്ലെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ധാരാളം ദ്വാരക്കുക, അള്ളാഹനെ ഓർത്തിട്ട് കരയുക. കരച്ചിൽ വന്നില്ലെങ്കിൽ ഓരോന്ന് ഓർത്തിട്ട്, ആരാരും കൂട്ടിലില്ലാത്ത ഖബറിനെ ഓർത്തിട്ടിരുന്നിട്ട് കരയുക, മശ്റയെ ഓർത്തിട്ട് കരയുക, എല്ലാത്തിനെയും ഓർത്തിട്ട് കരയുക. അള്ളാന്റെ പൊരുത്തം ഏതിലാന്ന് അറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് റബ്ബിന് പൊരുത്തമുള്ളത് എന്താണെന്നറിയില്ല. ചിലപ്പോ ഒരാളുടെ അത്തബസ്സുമു സദഖ, മറ്റൊരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടിയേക്കാം. ഒരാളെ സഹായിച്ചത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടാം. അമലുകളിൽ ഒന്നും ചെറുതല്ല. ഏതാണ് വലുത് നമുക്കറിയാൻ കഴിയില്ല. നമുക്ക് വലുതേത് ചെറുതേത് എന്നറിയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാന്റെ പൊരുത്തമുള്ളവർക്ക് പരീക്ഷണങ്ങൾ കൂടുതലാണ്, ബുദ്ധിമുട്ട് കൂടുതലാണ്, രോഗങ്ങൾ കൂടുതലാണ്. മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പല്ലുവേദന കൊണ്ട്, ഭയങ്കരമായ പല്ലുവേദന, പല്ലുനൊമ്പല അറിയല്ലേ, പല്ലുനൊമ്പലം. ഈ പല്ലുനൊമ്പലത്തിന്റെ ഒരു പറയൂ, എന്തുവാ ഉപ്പ പല്ലൊന്നും നൊമ്പല എങ്കാവേയില്ല. അപ്പുറത്തെ ഭിന്നത്തിനോട് കേട്ടെങ്കിൽ ഓൻ ചൊന്ന്, പെണ്ണുങ്ങളോട് കേട്ടെങ്കിൽ ചൊല്ലു, എന്തു സതിക്ക വേണമെങ്കിൽ തലനൊമ്പല മാത്രം സതിക്കാൻ സാധ്യമല്ല അല്ലെ. എല്ലാം ഓനോന്റെ നൊമ്പല അത് എല്ലാവർക്കും ബെൽ തന്നെയാണ്. പല്ല് നൊമ്പലത്തിനോന് പല്ല്, തലനൊമ്പലത്തിനോണോ തലനൊമ്പല, ഓന്റെ നൊമ്പല ഓനോനക്ക് ബെൽതാണ്. അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പല്ലുവേദനയായി, ഭയങ്കരമായ വേദനയാണ്, പല്ലുവേദനയായി. അങ്ങനെ പല്ലുവേദനയായി സങ്കടത്തോടെ അത് പറഞ്ഞപ്പോ അവിടത്തെ ഉപ്പയുടെ സഹോദരനോട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഭയങ്കരമായ പല്ലുവേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ആ മാം പറയുന്നു, നീ എന്തിനാണ് ഇങ്ങനെ ഈ പല്ലുവേദനക്ക് ഇത്രയും ബുദ്ധിമുട്ടി വെപ്രാളപ്പെടേണ്ട ആവശ്യം എന്താണ്? 30 കൊല്ലമായി എനിക്ക് പല്ലുവേദന സഹിക്കാൻ കഴിയില്ല. ഇന്ന് വരെ ഒരാളോടും ഞാനത് പറഞ്ഞിട്ടില്ല. 30 കൊല്ലമായിട്ട് പല്ലുവേദന ഞാൻ സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല്ല് നൊമ്പലമുണ്ട് 30 കൊല്ലമായി. ഞാൻ ആരോടും ചൊല്ലിയിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് പല്ലുവേദനയുണ്ട് എന്ന്. നീ ഈ ഒരു പല്ലുവേദനക്ക് വേണ്ടി നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അള്ളാന്റെ പൊരുത്തുണ്ടാകുമ്പോ ചിലപ്പോ യാതനകൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകളെ തൊട്ടുള്ള കാവൽ, അതെല്ലാം നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വലിയ പ്രതിഫലമുണ്ട്. ഓരോ വേദനക്കും കൂലിയുണ്ട്, ഓരോ ബേജാറിനും കൂലിയുണ്ട്. അതിന്റെ അർത്ഥത്തിന് പല്ല് നാളെ പെഞ്ഞായി പല്ല് നൊമ്പല ചെന്നിട്ടില്ല ഉസ്താദ്, 30 വർഷം പല്ല് നൊമ്പലായിട്ട് മുന്നിട്ടിലാണ് നമ്മളെ പല്ലിരിക്കല, കുക്കറിലെടുത്തിട്ട് കുത്തു പല്ല. അപ്പൊ നിങ്ങക്ക് നൊമ്പലായിട്ട് നോക്കാം. ജാഗ്രതയിൽ ഉള്ളതിനെല്ലാം ചന്തത്തിൽ നോക്കിക്കോളി. പല്ലില്ല അങ്ങ് പല്ലല്ല സെറ്റ് വെച്ച് കൊടുക്കും. ഇവരെന്താക്കും വേറെന്ത് അങ്ങനെ ആവാത്തവർക്ക് ഇല്ലാത്ത കാലം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പൊരുത്തമേതിലാന്ന് പറയാൻ കഴിയില്ലല്ലോ. നല്ലോണം ക്ഷമയുണ്ടാകണം, സബർ കൊണ്ട്. ഇവിടെ ഖുർആനിന്റെ വചനങ്ങൾ പള്ളിയുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടില്ലയോ? ക്ഷമിക്കുന്നവരുടെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു ഉള്ളത്. നല്ലോണം ക്ഷമയുണ്ടാകണം, നല്ലോണം സബറുണ്ടാകണം. ചില ആൾ കേൾക്കും സബറുക്കും ഇല്ല ഒരു കണക്ക്, ഇല്ല ഒരു കണക്കും ഇല്ല, ഒരു കണക്കും സബറിനില്ല. എത്ര സബറാക്കാൻ കഴിയോ അത്രയും സുഖലോക സ്വർഗത്തിലെ പ്രതിഫലമാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാനവരുകൾ അവിടുത്തെ അടിമയായ പണിക്കാരനായ മനുഷ്യനെ വിളിക്കുകയാണ്. ഒരു തവണ വിളിച്ചു, മിണ്ടിയില്ല. രണ്ടാമത്തെ തവണ വിളിച്ചോ, മിണ്ടിയില്ല. മൂന്നാമത്തെ തവണ വിളിച്ചോ, മിണ്ടിയില്ല. അധ്യക്ഷർ ഉസ്താദിനെ ഫോൺ വിളിച്ച് എടുത്തിട്ടില്ല. ഒരിക്കൽ വിളിച്ചിട്ട്, രണ്ടാമത് വിളിച്ചിട്ട്, മൂന്നാമത് വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പറയും ഉസ്താദാവല. ഫോൺ എപ്പോഴും എടുക്കാൻ പറ്റുക? അങ്ങനെയൊക്കെയാണ്. അല്ല, ഒരു പണിക്കാരൻ, നമ്മുടെ ഒരു സ്റ്റാഫ് നമ്മൾ എത്തേണ്ട സമയത്ത് എത്തിയില്ലെങ്കിൽ ഓരോന്നിനും ഓരോരുത്തരും ഭാരവാഹികൾ ഉസ്താദന്മാരോട്. ചില ആളെല്ലാം വിചാരിക്കുന്ന എങ്ങനെയെന്ന് വെച്ചെങ്കിൽ കമ്മറ്റിന്റെ പവർ തെളിയിക്കുന്ന ഉസ്താദിന് ഉസ്താദുമാരും. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവൂല. മഹാന്മാരുടെ ചാരത്താണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ഉമറാ നേതാക്കൾക്ക്, ഭാരവാഹികൾക്ക്, എല്ലാ ഇടങ്ങളിലും ഉള്ളവർക്ക് അള്ളാഹു ആഫിയത്തുള്ളത്
ദീർഘായുസ് നൽകട്ടെ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അതൊരു സന്തോഷം അല്ലെ. കമ്മിറ്റി എല്ലാം വന്നിട്ട് കുറെ പവർഫുൾ കാണിക്കണമെങ്കിൽ എന്താണോ ഉസ്താദന്മാരെ തായമീ തക്കാക്ക, ഉസ്താദന്മാരെല്ലാം ചേഞ്ച് ആക്കി അപ്പുറം ഇപ്പറാക്ക എല്ലാക്കുന്ന അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ആളുണ്ട്. ഉസ്താദുമാരുടെ കണ്ണുനീര്, മദ്രസാധ്യാപകരുടെ കണ്ണുനീര്, ഖുർആൻ പഠിപ്പിക്കുന്നവരുടെ കണ്ണുനീര്, കൃത്യമായി നിസ്കരിക്കുന്ന ഉസ്താദുമാരുടെ കണ്ണുനീര്, അതിനാരും കാരണമായ സന്താന പരമ്പരക്കത് മോശമാണ്. വലിയ വലിയ ഇടങ്ങേറുകൾക്ക് അത് കാരണമാണ്. പരിഹാരമില്ലാത്ത പ്രശ്നത്തിനത് കാരണമാണ്. ഒരാളും ഒരു ഉസ്താദിന്റെയും മനസ്സ് വേദനിപ്പിക്കണ്ട, ഒരു മുതഅല്ലിമിന്റെയും മനസ്സ് വേദനിപ്പിക്കണ്ട. അതിന് പരിഹാരമില്ല കേട്ടോ. അത് ലീഡറാണെങ്കിലും മുതലാളിയാണെങ്കിലും കമ്മിറ്റിയാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി, ആരാണോ ഖാലിഖായ റബ്ബിന്റെ ദീനിന്റെ വക്താക്കളില്ലയോ, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ഉസ്താദിനെയും നീ സങ്കടത്തിലാക്കരുത്, ഒരു മുതഅല്ലിമും നീ കാരണം കരഞ്ഞു പോകരുത്, ഒരു മുഅല്ലിമും നീ കാരണം സങ്കടപ്പെട്ടു പോകരുത്. അങ്ങനെയാകണം നമ്മുടെ ഭരണങ്ങളോ നമ്മുടെ സേവനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. നമ്മളെല്ലാം സർവ്വസാമാന്യായിട്ട് വലിയ വലിയ നേതാക്കന്മാർ ഇപ്പൊ കേരളത്തിൽ ഉറൂസിന് മറ്റെല്ലാം വന്നെങ്കിൽ തങ്ങന്മാരെ ബഹുമാനിക്കണം. അല്ലാഹു ഖൈർ നൽകട്ടെ. ഉസ്താദന്മാരെ ബഹുമാനിക്കണം. ബഹുമാനിക്കണ്ട തന്നെയാണ്. നമ്മളെ നാട്ടിലുള്ള ഉസ്താദിനെ ബഹുമാനിക്കണം. നമ്മളെ നാട്ടിലുള്ള ഉസ്താദന്മാരെ ഓറ ഫിത്നയാക്കും, ഓറ ഫസാദാക്കും. വലിയ വലിയ തങ്ങന്മാർ ഉസ്താദും വരുമ്പോ കൈ പിടിച്ചു മുട്ടും. അതിലൊരു ഖൈറുമില്ല, അതിലൊരു ബറക്കത്തുമില്ല, അവരുടെ ദുആ നിങ്ങൾക്ക് ഫലിക്കുകയും ഇല്ല. നമ്മൾ ബഹുമാനിക്കണ്ട നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, മറ്റാരും ബഹുമാനിക്കണ്ടാന്നല്ല, ഇവരെ ബഹുമാനിച്ചിട്ട് അവരെ ബഹുമാനിക്കുക. ഇവരെ ബഹുമാനിക്കുന്നവർക്ക് അവരെ ബഹുമാനിക്കാനുള്ള ആ ഒരു ഖൽബും ആ ഒരു ചിന്തയും ആ ഒരു സ്വഭാവവും എല്ലാം കിട്ടുന്നത് ആ വർഗത്തിന് ഇൽമിന്റെ പേരില്, അഹ്ലു ബൈത്തിന്റെ പേരില് അവർക്ക് കൊടുക്കേണ്ടത് നാട്ടുകാരാണെങ്കിലോ ജമാഅത്തുകാരാണെങ്കിലോ ഇവിടെ സേവനം ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരോടും അവരവരുടേതനുസരിച്ച് കൊണ്ടുള്ള ബഹുമാനം ഉണ്ടാകണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു 3 തവണ വിളിച്ചിട്ട് കേട്ടില്ല, മുണ്ടില്ല. അടുത്ത 4ാമത്തെ തവണ അടുത്തുപോയി, അടുത്തേക്ക് പോയി, ഞാൻ വിളിച്ചതിനൊക്കെ കേട്ടില്ലയോ? അടിമയായ അലിയാറങ്ങളുടെ പണിക്കാരെന്ന് പറയാലോ നമുക്കിപ്പോ. ആ മനുഷ്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളെ ഓരോ വിളി ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ നീ എന്താ മിണ്ടിയിട്ടില്ല, നീ എന്താ റിപ്ലൈ ആക്കിയിട്ടില്ല? അപ്പോഴതാ ആ അടിമ പറയുകയാണ്, അലിയാറ് തങ്ങളെ നിങ്ങൾക്ക് സബറുണ്ടോ, ക്ഷമയുണ്ടോ? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഞാൻ വിളിച്ചിട്ട് ഉത്തരം ചെയ്യാത്തപ്പോ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നോ? നിങ്ങൾക്ക് സബറുണ്ടാന്ന് നോക്കിയതാണ്. ആ സമയത്ത് അലിയാറ് തങ്ങൾ പറയുകയാണ്, നമ്മെന്ത് പറയും, എന്റെ സബർ നോക്കും, നീ ആറല്ല. അങ്ങനെയല്ലേ ചോദിക്കല് അല്ലേ? പെണ്ണുങ്ങളെന്തെങ്കിലും ഞമ്മ പറയും ജാഗ്രത. പണ്ട് ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ പെണ്ണുങ്ങതാ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന കാലം. ഏതാണെങ്കിലും അല്ലാഹു ഖൈർ നൽകട്ടെ. അപ്പോഴലിയാറ് തങ്ങൾ പറയുകയാണ്, അൻത ഹുറുൽ വജ്ഹില്ലാ, മോനെ ഇന്നുവരെ നീ എന്റെ അടിമയാണ്, ഇന്നുവരെ നീ എന്റെ പണിക്കാരനാ, ഇന്നു മുതൽ നീ എന്റെ സഹോദരനാണ്. ഞാൻ നിന്നെ അതാ അടിമത്തത്വത്തിൽ നിന്ന് എത്രയോ കാശ് കൊടുത്ത് എത്രയോ സ്വത്തുക്കൾ കൊടുത്തിട്ടാണ് അടിമത്തത്വത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയുക. അങ്ങനെ ആ സ്വാതന്ത്ര്യം എന്നുള്ള ആ സമ്മാനം ഗിഫ്റ്റായി കൊടുത്തു. എന്തിന്? അലിയാറ് തങ്ങളെ പരീക്ഷിച്ചതിന് വേണ്ടി. നമ്മളാരെങ്കിലും പരീക്ഷയ്ക്ക് അടിമയാ കൗത്ത് പിടിച്ചിട്ട് ഞെക്കുമ്പോ വിടുവാ അല്ലേ? ഇല്ലെങ്കിൽ റൗഡികളെ ഞമ്മക്ക് കൈന്നില്ലെങ്കിൽ വിളിച്ചിട്ടാണ് കൊണ്ടതല്ലേ പേടിപ്പാട്ടി വിടില്ലാന്ന്. അങ്ങനെയല്ലേ ചില പെണ്ണിങ്ങല്ല ആങ്ങളമാരോട് വിളിച്ചു അതിന്റെ ഇത് അള്ളിയാക്കടത്തല്ലേ പേടിപ്പാട്ടില്ല. അങ്ങനത്തെ കാലം. അല്ലാഹു ഖൈർ നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ജീവിതത്തിൽ നല്ല ക്ഷമയുള്ളവരാകണം. നല്ല ക്ഷമയുള്ളോ നമുക്ക് വിജയിക്കാൻ എളുപ്പമാണ്. അള്ളാഹുവിന് ഏത് അമലാണ് ഇഷ്ടമെന്ന് അള്ളാഹു മറച്ചു വെച്ചു. എന്തിനാണ്? അത് നമ്മൾ എല്ലാത്തിലും ഇജ്തിഹാദ് ചെയ്യാനാണ്. എല്ലാ അമലും കുറച്ച് ചെയ്യാനാണ്. എല്ലാം ചെയ്യണം.
ഈ ബഫേ സിസ്റ്റമിലുള്ളിട്ട് പോയിട്ട് ഫിഷ്, മട്ടന്, ചിക്കന്, വെജ്, വെഞ്ച് എല്ലാം ഉണ്ടാകും. ഇത് കാണുമ്പോ ആശാൻ എല്ലാം ഇടുന്ന പ്ലേറ്റിലേക്ക് വല്ല കുബ്ബ വെച്ച പോലെ ഉണ്ടാകും കൊണ്ടുവരുമ്പോ അല്ലെ, എല്ലാം ഇട്ടോണ്ട് വന്നിട്ട് ഇടുമ്പോ എന്തോ ഒരു കോസ് അല്ലെ. മീനെല്ലാം അടിയിലെ മറമാടുന്ന മീനിനെ വലിയ വലിയ അക്കൂറിന്റെ പീസലുണ്ട്, അടിയിൽ മറമാടി അതിന്റെ മുകൾക്ക് ചോറ് ഇടുന്ന, ചോറിന്റെ മേക്ക് വയ്യൊരു മീൻ പീസ് അല്ലെ. അങ്ങനെ തിന്നും ഒരു ഡയലോഗ് എപ്പാങ്ങൊക്കെ തിന്നല്ലേ കോളി മീനല്ല എപ്പോഴും എന്നല്ലേ ചെന്ന് അല്ലെ. തിന്നോളി വേണമെങ്കിൽ എന്ത് ആറാമല്ല കറാത്തൊന്നും അല്ലേ പറഞ്ഞ തന്നെ. ആയെങ്കിലും ചിലപ്പോ ഇത് തിന്നാത്താക്കാത് അത് തിന്നാത്താക്കി ഇതെല്ലാം ഇത് ലെവലാക്കിയതായിട്ടുണ്ടാകും. തിന്നും ഒരു കൊച്ച ലിമിറ്റെല്ലാം വെച്ചിട്ട് അത് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തിലേക്ക് പോയപ്പോ ഒരാൾ കേട്ടു, ഒരു ചെറിയ കിടാവ് വന്നിട്ട് കേട്ടു, ഉസ്താദ് നിങ്ങൾ മൈസൂർ പേക്ക് കൊമ്പുണ്ട ചെന്ന ഉസ്താദല്ലേ. ഞാനൊരു ഉസ്താദ് വാട്സാപ്പിൽ അയച്ചു മൈസൂർ പേക്കിന്റെ പൊട്ട, ഇത് കാണുമ്പോ നിങ്ങളെ ഓർമ്മയായി. അല്ലാഹു ഒരു ഉപ്പാപ്പ വായിച്ചിട്ട് നിങ്ങൾക്ക് അധിക പ്രസംഗം എന്ത് വേണ്ട, നിങ്ങൾ ദീനുമായി മൈസൂർ പാക്ക് എത്ര തിന്നോന്ന് അങ്ങ് തീരുമാനാക്കിടാൻ. ഞാൻ അപ്പം തിരിച്ച ഇയാൾ വലിയ കള്ളായിട്ടിരിക്കണം. മൈസൂർ പാക്ക് എപ്പോഴും എല്ലാവരും അയാൾക്ക് അയച്ചിട്ടുണ്ടാവും ഈ മൈസൂർ പാക്ക് കുറെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അയാൾക്ക് അതിന്റെ അരസ എന്നോട് നമ്പർ എടുത്തിട്ട് ഇത്ര ഹാലിമാറുണ്ട്, ഇത്ര ആലിമീങ്ങളുണ്ട്, ഇത്രത്തോളം ആർശം നിങ്ങളുടെ എന്തിനാ പുതിയ തീരുന്നത് കേട്ട അയാൾ. ഞങ്ങൾക്ക് അപ്പോഴായിരുന്നു ഇയാൾ തൊട്ടെ കൊണ്ടുപോയിട്ട് മൈസൂർ പാക്ക് കെട്ടിയിട്ട് ഉത്തര ഓതിയല്ല കൊണ്ടുവന്നവരുണ്ടല്ലോ അല്ലെ, അതിൽപ്പെട്ട ആളായിട്ടുണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഹോളിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ എല്ലാ മനുഷ്യന്മാരുണ്ട്. അത് എപ്പറിയും നമുക്ക് അതിന്റെ ബേജാറ്. കുറച്ചാള് വന്നിട്ട് ചോറ് തിന്നോ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ മംഗളത്തിന്റെ പരക്കാരനോട് വെട്ടിട്ട് പോന്നെ തീരാത്തോട് പിടിച്ചിട്ട് മര്യാദക്ക് ചോറുമില്ല. ഈ പെണ്ണിങ്ങ പിന്നെ ലേറ്റായിട്ട് മേക്കപ്പ് എല്ലാം ആക്കിയിട്ട് വരുമ്പോ കൂടെ ബിരിയാണീന് കബാബെല്ലാം കാലിയായിട്ടിരിക്കുന്നു. ലാസ്റ്റ് കൽത്തര പീസ് കൊണ്ട് കൽത്ത് പിടിക്കണം. നമുക്ക് കാലി കൽത്തര പീസ് കിട്ടിയ കൽത്തര പീസ് ഇവര് 2:30 മണിക്ക് വന്ന കൽത്തിന്റെ പീസ് കിട്ടിയത് നസീബ് അല്ലേ. അത്രല്ല മേക്കപ്പ് ആക്കുന്നതിന് കെട്ടിയോണ്ട് ബന്ധങ്ങളായി ഫസ്റ്റ്, പിന്നെ പോയിട്ട് മേക്കപ്പ് ആക്കാം. അപ്പൊ കൽത്തിന്റെ പീസ് കാലിന്റെ പീസ് എല്ലാം കിട്ടും. ജഞ്ചൻ വട്ടല തിന്നുന്ന ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളെ പറയുന്നത് നിപ്പാട്ടി നിപ്പാട്ടി പോത്തന്നെ. അള്ളാഹു എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉമ്മ ചെല്ല് നീ അതിതല്ല ചെല്ലണ്ട, അതിന്റെ ഉമ്മക്കാരോ ക്ലിപ്പ് കേട്ടിരുന്നു ഞാൻ പാത്രത്തിന്റെ തന്നെ ചെല്ലണ്ടാന്നില്ല, ആ ചെന്നില്ല അതിൽ പിന്നെന്താക്കുന്നു ഞാൻ ചെല്ലി. അത് പണ്ട് കുറെ മുന്നേ കേരളത്തിൽ കടപ്പുറത്താക്കിയ വയലു, ഒരു നൈറ്റിന്റെ വയലു, പിന്നെ ഒരു പാത്രത്തിന്റെ പണ്ട് കുറെ കൊല്ലായി. അതിപ്പോ ഓരോരുത്തർ ഇങ്ങനെ ക്ലിപ്പാക്കിയിട്ട് യൂട്യൂബിൽ ഇടുന്നത്. ഞങ്ങൾക്ക് ചാനലും ഇല്ല, സ്വന്തമായിട്ട് എന്തില്ല. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെല്ലാവരും ആ ക്ഷമയുണ്ടല്ലോ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ക്ഷമിച്ച ക്ഷമ നമ്മൾ എല്ലാ ഇബാദത്തുകളിലും ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാന്റെ പൊരുത്തം ഇന്നതിൽ അല്ല പറഞ്ഞില്ല, എല്ലവും ചെയ്യണം, എല്ലവും ഖൈർ ഏതാണ്? ഖൈർ ഭക്ഷണത്തില് ഖൈർ ചൂടില്ലാത്ത ഭക്ഷണമാണ്. ചുട്ടുപൊള്ളുന്ന വെള്ളവുമാകരുത്, ചുട്ടുപൊള്ളുന്ന ഭക്ഷണവുമാകരുത്. ഭക്ഷണത്തിൽ ചുട്ടുപൊള്ളുന്നതിൽ ബറക്കത്തില്ല. രാവിലെ എണിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കുന്നതിൽ ഇനിയിപ്പോ ചൂടായ ആ പറ്റുന്നുള്ളൂ, ചൂട് ആറിച്ചിട്ട് കുടിക്കലാണ് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തത്. അങ്ങനെയാണ്. പിന്നെ ബാക്ടീരിയകളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ